എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മുണ്ടകൈ ചൂരൽമല ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട വിഷയം. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ധാർഷ്ട്യമാണ്, പണം കൊടുക്കില്ല എന്നുള്ളത്. സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരില്ലായ്മയാണ്. 4.5 മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ദുരിതബാധിതരുടെ പട്ടിക അബദ്ധ പട്ടികയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. LP സ്കൂളിലെ പിള്ളേരെ ഏൽപ്പിച്ചാൽ അവർ ഇതിനേക്കാൾ നന്നായിട്ട് പട്ടിക ഉണ്ടാക്കി കൊടുത്തേനെ. ദുരിതബാധിതരുടെ പട്ടിക ഇത് ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലല്ലോ ദുരിതബാധിതർ, അല്ലേ? ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലല്ലോ, പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ. ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും 100 പേരുടെ പേര് ഇരട്ടിപ്പാണെന്നാണ്. അപ്പം ഒരു സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്യുകയാണ്. 4 മന്ത്രിമാരെ അവർ ചുമതലപ്പെടുത്തി. പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് പോയതിന് ശേഷം എത്ര നാളായി? ഈ 4 മന്ത്രിമാർ ഒരുമിച്ച് ഇതുവരെ വയനാട്ടിൽ പോയിട്ട് പോലുമില്ല. ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല. പരിതാപകരമായ അന്തരീക്ഷമാണ്. ഇതെല്ലാം ആരംഭശൂരത്വം മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ മുണ്ടകയിലെയും ചൂരൽമലയിലെയും ദുരിതം. അടിയന്തരമായി അവർക്ക് പുനരധിവാസം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞങ്ങൾ പറഞ്ഞു വന്ന് മൈക്രോ ഫാമിലി പാക്കേജ് വേണം. അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. നമ്മളെ ഈ കാര്യത്തിലുള്ള സമീപനം ഞങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കണം. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം വർഗീയ ശക്തികളുടെ പിന്തുണയാണ് എന്ന് ഇന്നലെ വിജയരാഘവൻ പറഞ്ഞു. അത് CPM-ന്റെ ഒരു പൊതു നിലപാടായി കണക്കാക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് BJP ലൈനിൽ തന്നെയാണോ CPM? ഇതാണല്ലോ CPM-ന്റെ ലൈൻ. ഇതാണ് CPM കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. 4,10,000 വോട്ടിന് ജയിച്ച പ്രിയങ്ക ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിൽ നിന്ന് ഇത് വരുമോ? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു. വിജയരാഘവൻ UDF-ന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഒരു ട്രോള് കണ്ടു. സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വഴി കൂടി പോണവൻ നടന്നു പോയാൽ പോരെ, കാറിൽ പോയി അമ്മായിയമ്മയെ കാണാൻ പോവാണെന്നുള്ള ചോദ്യം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെന്റിലേക്ക് 4,10,000 വോട്ടിന് ജയിക്കുക. എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക. ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. സംഘപരിവാറിന് ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പ്രിയങ്ക ഗാന്ധിക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കാൻ. ഈ വിജയരാഘവൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റും? അപ്പോൾ എന്തും പറയാൻ വേണ്ടിയിട്ട് CPM-ഉം പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള ആളുകളെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാറിനെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് CPM ഇപ്പോൾ വർഗീയ പ്രചരണം നടത്തുന്നത്. ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞല്ലേ കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം രീതിയിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ പറ്റും, സംഘപരിവാറിനെ എതിരാക്കാതിരിക്കുക, നിരവധി കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനമാണ്. അതുതന്നെയാണ് മുഖ്യമന്ത്രി നോർത്തിലെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് 4 ദിവസം മുമ്പ് ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തുകൊണ്ട് നടത്തിയത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി എല്ലാ നാഷണൽ ഡൽഹിയിൽ കൊടുത്ത വാർത്ത ഇത് തന്നെയാണ്. അതായത് സംഘപരിവാർ വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ CPM-ന്റെ നാവിലൂടെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാണാൻ